എല്ലാ കാലവും ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തായിരുന്നു ഇസ്രായേൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം അതിഗംഭീരമായി വർദ്ധിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും നമ്മളെല്ലാവരും കണ്ടതാണ്. ഇന്ത്യയിൽ നിന്നും വിവിധ തരം മിസൈലുകൾ വാങ്ങാനും ആ മിസൈലുകൾ ഇന്ത്യയും ഇസ്രായേലും ചേർന്ന് സംയുക്തമായി നിർമ്മിക്കാനുമുള്ള തീരുമാനം ഇന്ത്യ എടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം വന്നൊരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ തങ്ങളുടെ തദ്ദേശ വെടിക്കോപ്പുകൾ, അതായത് തോക്കുകൾ, അതുമായി ബന്ധപ്പെട്ട അതിൽ ഉപയോഗിക്കുന്ന മാഗസീനുകൾ, ബുള്ളറ്റുകൾ, ഇതെല്ലാം തന്നെ 99% തദ്ദേശവൽക്കരിച്ച് കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അതായത് ഇനി നമുക്ക് വെടിയുണ്ടകളും മാഗസീനുകളും ഒന്നും തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മൾ ഉൽപ്പാദനത്തിൽ കാര്യക്ഷമമായി ഉൽപ്പാദിപ്പിച്ച് അതിൽ സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. ഇന്ന് വരുന്ന റിപ്പോർട്ട് പ്രകാരം ഇസ്രായേലിൽ നിന്ന് $8.7 ബില്യൺ പാക്കേജിൽ 1000 സ്പൈസ് 1000 പ്രിസിഷൻ ഗ്ലൈഡഡ് കിറ്റുകൾ ഇന്ത്യ അംഗീകരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ സ്റ്റാൻഡ് ഓഫ് ഗ്ലൈഡ് ബോംബുകളാണ് ഇനി ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്നത്. 100 കിലോമീറ്ററിലധികം പരിധിയാണ് ഈ ബോംബുകൾക്കുള്ളത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. $8.7 ബില്യൺ പാക്കേജാണ് ഇതിനുവേണ്ടി ഇന്ത്യയും ഇസ്രായേലും സഹകരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളുണ്ട്. ഡംപ് ബോംബുകളെ സ്മാർട്ട് ജാം റെസിസ്റ്റന്റ് പ്രിസിഷൻ സ്ട്രൈക്കുകളാക്കി മാറ്റുക, ആഴത്തിലുള്ള സ്ട്രൈക്ക് ശേഷി വർദ്ധിപ്പിക്കുന്ന തെളിയിക്കപ്പെട്ട സാങ്കേതിക വിദ്യയാണ് ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. 2019 ബാലാക്കോട്ട് വ്യോമാക്രമണത്തിലാണ് ഇന്ത്യ ആദ്യമായി സ്പൈസ് പ്രിസിഷൻ ഗ്ലൈഡഡ് കിറ്റ് യുദ്ധത്തിൽ ഉപയോഗിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ബലാക്കോട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമല്ലോ. ബലാക്കോട്ടിൽ അവിടെ പൈൻ മരങ്ങൾക്ക് മുകളിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബോംബിട്ടത് എന്നാണ് ഇവിടെയുള്ള പ്രതിപക്ഷം പറഞ്ഞു പരത്തിയത്, കൂട്ടത്തിൽ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും. അതിനുശേഷം അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇമ്രാൻഖാൻ, ഇപ്പോൾ ഇമ്രാൻഖാൻ തടവറയിൽ ഏകാന്തത അനുഭവിക്കുകയാണ്. അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇമ്രാൻഖാൻ പിന്നീട് UN ചെന്ന് കരഞ്ഞു പറഞ്ഞത്, ഞങ്ങളുടെ 250-ലധികം പട്ടാളക്കാർ ആ ബലാക്കോട്ടിൽ മരണപ്പെട്ടു, ഇന്ത്യ ബോംബിട്ട് എന്ന് കരഞ്ഞു പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചാണ്. ഇങ്ങനെ പല കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ ബലാക്കോട്ടിൽ ഇന്ത്യ ആക്രമണം നടത്താൻ കാരണമായിട്ടുള്ള പട്ടാളക്കാരുടെ മരണം, പുൽവാമയിലെ മരണം, ഇത് ഇന്ത്യയാണ് നടത്തിയത്, മോദി ഇത് ഇലക്ഷന് വേണ്ടി നടത്തിയതാണ് എന്നുള്ള പ്രചാരണം ഉണ്ടായിരുന്നു. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാന്റെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നു പുൽവാമ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു മാസ്റ്റർ സ്ട്രൈക്ക് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അതും പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്തായാലും ആകെ പ്രതിരോധ പാക്കേജ് അംഗീകരിച്ചത് 8.78 ബില്യൺ. ഇതിന്റെ ഭാഗമായി 1000 സ്പൈസ് 1000 കിറ്റുകൾ ഉൾപ്പെടുന്ന പാക്കേജാണ് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.